ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോക്ബി മലയാളം. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട് നമ്മുടെ പെർമർ ടെസ്റ്റ് സീരീസ് 8ാമത്തെ CGL മെയിൻസ് മോക്ക് എക്സാമിൻ്റെ മാത്സിൻ്റെ സൊല്യൂഷനാണ്. 30 ക്വസ്റ്റ്യനാണ് മാത്സിന് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലെ ആദ്യത്തെ 15 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം പെർമർ സാറിൻ്റെ ടെസ്റ്റ് എപ്പോഴും ബാക്കി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി ടഫായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു വരുമ്പോൾ കുറച്ചധികം വീഡിയോ ലെങ്ത് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 പാർട്ടാക്കി ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കരുത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇഫ് P ഈസ് 75% ഓഫ് Q ആൻഡ് Q ഈസ് 120% ഓഫ് R, ദെൻ P ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ദാൻ R? 3 നമ്പർ തമ്മിലുള്ള കമ്പാരിസൺ ആണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കട്ടെ, അതെങ്ങനെ ചെയ്യാൻ നോക്കിക്കേ. P ഉണ്ട് നമ്മുടെ കയ്യിൽ, Q ഉണ്ട് നമ്മുടെ കയ്യിൽ, R ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, P ഈസ് 75% ഓഫ് Q. 75%ന് എനിക്ക് 3/4 എന്ന് എഴുതാം അല്ലേ. 75/100 ക്യാൻസൽ ആകുമ്പോൾ 3/4. അപ്പോൾ P എന്ന് പറയുന്നത് 3/4 ഓഫ് Q എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Q 4 യൂണിറ്റ് ആണെങ്കിൽ P എന്തായിരിക്കും? 4ൻ്റെ 3/4 എന്ന് പറയുമ്പം 3 ആയിരിക്കും. ഇനി ഓൾസോ Q ഈസ് 120% ഓഫ് R. Q എന്ന് പറയുന്നത് 120%ന് എന്താ? 120/100 ഓഫ് R അല്ലേ. അതായത് 6/5 എന്ന് വരും. ഓക്കെ ആണല്ലോ. അതായത് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് Q R എന്ന് ഞാനിവിടെ എഴുതിയെന്ന് വിചാരിക്കാം. അപ്പോൾ Q ഈസ് എന്താണ്? R 5 യൂണിറ്റ് ആണെങ്കിൽ Q എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതും, 5 ആണെങ്കിൽ R 5 ആണെങ്കിൽ 6/5 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 6/5 അല്ലേ. അപ്പോൾ R 5 ആണെങ്കിൽ Q എന്തായിരിക്കും? 6 യൂണിറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഫില്ല് ചെയ്യുമ്പം എത്രയെന്ന് വരും? 20, 24, 18 അല്ലെങ്കിൽ 2 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ. 9, 12, 10 എന്ന് വരും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, പിയും ആരൊക്കെ തമ്മിലുള്ള എന്താ സംഭവം? ദെൻ P ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ദാൻ R? പിയും ആറും തമ്മിലുള്ള ബന്ധം, പിയും ആറും. അപ്പോൾ നോക്കിക്കേ, P ആറിനേക്കാൾ വലുതാണോ ചെറുതാണോ? ചെറുതാണ് അല്ലേ. പിയും ആറും, P 9 ആണ്, R 10 ആണ്. ഒന്ന് കുറവാണ് ആരെ കമ്പയർ ചെയ്യുമ്പം? ആറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. അതായത് R എത്ര? 10 ആണ്. അതായത് 10% ലെസ് ആണ്. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അബിയുടെ കയ്യിൽ 2 സാധനങ്ങളുണ്ട്, എയും ബിയും. അപ്പോൾ എന് അയാൾ ആദ്യത്തെ കണ്ടീഷനിൽ, നിങ്ങളിപ്പോൾ ഇത് ശ്രദ്ധിച്ചിരുന്നാൽ മതി, എനെ 15% നഷ്ടത്തിൽ വിറ്റു, ബിനെ 25% പ്രോഫിറ്റിൽ വിറ്റു. അങ്ങനെ വിറ്റപ്പോൾ അയാൾക്ക് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കാൽക്കുലേറ്റ് ചെയ്തപ്പം പ്രത്യേകിച്ച് നഷ്ടവും ലാഭവും ഒന്നുമില്ല. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷനിൽ അയാൾ എനെ 25 പ്രോഫിറ്റിൽ വിറ്റു, ബിനെ 10 നഷ്ടത്തിൽ വിറ്റു. അപ്പോൾ എന്ത് സംഭവിച്ചു? 114 രൂപ അയാൾക്ക് ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷനിൽ വിറ്റ വില, സെല്ലിംഗ് പ്രൈസുകളുടെ വ്യത്യാസമാണ് ചോദിക്കണത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും നോക്കിക്കേ. നമ്മുടെ കയ്യിൽ എപ്പോഴേലും പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യനിൽ നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന് വരുവാണെങ്കിൽ, അതായത് ലാഭം നഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എ ആണ് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്, ബി ആണ് മറ്റേ സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിക്കാം. അപ്പോൾ എയുടെ 15% എന്തിനോട് തുല്യമായിരിക്കും? ബിയുടെ 25%നോട് തുല്യമായിരിക്കും. എക്ക് 15% നഷ്ടം വന്നത് ബിയുടെ 25% പ്രോഫിറ്റിന് തുല്യമായിരിക്കും. നമുക്ക് എപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? നഷ്ടവും ലാഭവും ഇല്ല എന്ന് പറയുന്ന കണ്ടീഷൻസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ A/Bയുടെ റേഷ്യോ എനിക്ക് കിട്ടും അല്ലേ. ഇതും ക്യാൻസൽ ആവും, പെർസെൻറ്റേജ് പോയി 5/3 എന്ന് വന്നു. A/Bയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ 5/3. ചെയ്യാൻ എളുപ്പത്തിന് 2 0 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 500/300. ഓക്കെ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് കണ്ടീഷനിലേക്ക് വരുന്നു. അതിലെന്താ പറയുന്നത്? എനെ അയാൾ 25% പ്രോഫിറ്റിൽ വിറ്റു. അപ്പോൾ എയുടെ കോസ്റ്റ് പ്രൈസ് 500 അല്ലേ. എയുടെ കോസ്റ്റ് പ്രൈസ് 500, അതിനെ 25 പ്രോഫിറ്റിൽ വിറ്റു എന്ന് പറയുമ്പം എത്ര ലാഭം കിട്ടിയിട്ടുണ്ടാവും? 125 യൂണിറ്റ് പൈസയല്ല, ഇതൊക്കെ യൂണിറ്റ് ആണ് അല്ലേ, എക്സ്. അപ്പോൾ 125 എയുടെ കേസിൽ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. ബിയുടെ കേസിൽ അയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? ബിയുടെ കോസ്റ്റ് പ്രൈസ് 300 ആണ്. 300ന് അയാൾ എന്തിൽ വിറ്റു? 10% നഷ്ടത്തിൽ വിറ്റു. 10% നഷ്ടത്തിൽ എന്ന് പറയുമ്പം 1/10, അതായത് 30 രൂപ ആയിരിക്കും അവിടെ വന്ന നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയ ലാഭം, ഇതാണ് ഇവിടെ കിട്ടിയ നഷ്ടം. അപ്പോൾ അയാൾക്ക് കിട്ടിയ ടോട്ടൽ ഗെയിൻ എന്നത് നഷ്ടമാണല്ലേ. ഇത് നഷ്ടം മൈനസ് സൈൻ. ടോട്ടൽ ഗെയിൻ എന്താ? 114. ആദ്യത്തെ കേസിൽ 125 ലാഭം കിട്ടി, രണ്ടാമത്തതിൽ നഷ്ടമാണ്. സോ മൈനസ് ചെയ്യുമ്പം അയാൾക്ക് ടോട്ടൽ എത്ര യൂണിറ്റ്? 125 - 30 എന്ന് പറയുമ്പം 95 യൂണിറ്റ് ആയിരിക്കും അയാൾക്ക് കിട്ടിയ ടോട്ടൽ ലാഭം. ഇത് ആദ്യത്തെ കേസിലെ പ്രോഫിറ്റ്, ഇത് രണ്ടാമത്തെ കേസിലെ നഷ്ടം. രണ്ടും കൂടി കൂട്ടുമ്പോൾ 95 യൂണിറ്റ്. ആ 95 യൂണിറ്റിന് ശരിക്കുള്ള വിലയാണ് എന്ത്? 114 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഗെയിന്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വില എന്തായിരിക്കും? 114 ÷ 95 അല്ലേ. 6/5 എന്ന് വരും.
അപ്പം ഇത് ഞാൻ അവിടെ എഴുതി വെച്ചു, ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 6/5. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കോസ്റ്റ് പ്രൈസുകൾ എന്തൊക്കെയായിരിക്കും? എയുടെ 500 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ എയുടെ 500 യൂണിറ്റ് എന്ന് പറയുമ്പം എയുടെ കോസ്റ്റ് പ്രൈസ് എന്താ? 500 × 6/5 ചെയ്യുമ്പോൾ 600. ബിയുടെ എത്രയെന്ന് വരും? ബിയുടെ നോക്കിക്കേ, 300 × 6/5 എന്ന് പറയുമ്പം ബിയുടെ എത്രയെന്ന് വരും? 360 എന്ന് വരും. ഓക്കെ ആണല്ലോ. 600ഉം 360ഉമാണ് ഇവരുടെ കോസ്റ്റ് പ്രൈസ് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് കണ്ടീഷനിൽ വന്ന ലാഭവും അവരുടെ സെല്ലിംഗ് പ്രൈസിൻ്റെ വ്യത്യാസം ചോദിക്കണേ അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസിൽ നോക്കിക്കേ, ഫസ്റ്റ് കേസിൽ എയുടെ കോസ്റ്റ് പ്രൈസ് 600 ആണെന്നറിയാം. 600 × അവർക്ക് വന്ന നഷ്ടം എത്രയാണ്? 15 നഷ്ടം. അതായത് 85/100 വിറ്റിട്ടുണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത ആളുടെ കോസ്റ്റ് പ്രൈസ് 360 ആണ്. 360 അയാൾക്ക് പ്രോഫിറ്റ് കിട്ടിയ എത്ര? 25%. അതായത് 125 എന്ന് എഴുതാൻ പറ്റും എനിക്ക്. 125/100 ഈ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? 17/20 എന്ന് എഴുതാം. ക്യാൻസൽ ചെയ്യാം നിങ്ങളിനി. 0 3 വെച്ചിട്ട് ക്യാൻസലാവും. 30 എന്ന് വരും അല്ലേ. 17 × 30 510. ഇപ്പുറത്ത് എഴുതാം 510 മൈനസ് ഈ കേസിൽ എന്തെന്ന് വരും? 0 പോയി 5 2 വെച്ച് ക്യാൻസൽ ചെയ്തോ 18 എന്ന് വന്നു. 5 വെച്ച് അഗൈൻ ക്യാൻസൽ ചെയ്യുമ്പം 25 എന്ന് വന്നു. 28 ഇത് നമ്മൾ ചെയ്യുക. 18 × 25 ചെയ്യുമ്പം എത്ര എന്ന് വരും? 450 എന്ന് വരും. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം, സെല്ലിംഗ് പ്രൈസുകളുടെ വ്യത്യാസം എത്രയാണ്? 60 രൂപ എന്ന് കിട്ടും. 60 rupees. കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും പുതുതായിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓൺ അലോവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 10% ഓൺ ആൻ ആർട്ടിക്കിൾ ദ ഷോപ്പ് കീപ്പർ ഗെയിൻസ് 20%. ഇഫ് ദ ഡിസ്കൗണ്ട് ഓഫ് 20% ഈസ് അലൗഡ് ഓൺ ഇറ്റ്, ദെൻ വാട്ട് വിൽ ബി ദി ഗെയിൻ പെർസെൻറ്റേജ്? അതായത് അയാളുടെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ഞാൻ 100 ആക്കി വെക്കുന്നു. അയാൾ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് പ്രൈസിന് 100 എന്ന് എടുക്കുന്നു. നമ്മളെപ്പോഴും ഡിസ്കൗണ്ട് എവിടെ കൊടുക്കുന്നത്? മാർക്കറ്റ് പ്രൈസിലാണല്ലേ. അല്ലേ, ടാഗിൽ എഴുതി വെച്ചിരിക്കുന്ന വിലയിലല്ലേ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മാർക്കറ്റ് പ്രൈസ് 100 ആക്കി എടുക്കുവാണെങ്കിൽ ഡിസ്കൗണ്ട് 10% കൊടുത്തിട്ട് അയാൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 100ൽ 10 പോയി കഴിഞ്ഞാൽ 90-നായിരിക്കും അയാൾ വിൽക്കുന്നുണ്ടാവുക. അങ്ങനെ വിൽക്കുമ്പോൾ അയാൾക്ക് 20% ലാഭം കിട്ടുന്നുണ്ട്. 20% ലാഭം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ 20 ലാഭം കിട്ടി 120-നായിരിക്കും വിൽക്കുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുക 90 120. അപ്പോൾ നമുക്ക് എന്ത് മാത്രം മതി? ഇതിൽ നമുക്ക് 0 ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. അത് ഈ 100 എനിക്ക് ശരിക്കും MP-യുടെയും CP-യുടെയും റേഷ്യോ മാത്രം മതി. ഈ 0 പോയി, ഇതും പോയി. ഞാൻ ഇതിനെ നോക്കുന്നില്ല കേട്ടോ, കാരണം എനിക്ക് എൻ്റെ ആവശ്യമില്ല. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 3. അപ്പോൾ ഇവരുടെ റേഷ്യോ എനിക്ക് 4:3 കിട്ടി. എന്ത്? മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും. ഇനി ഇത്രയേ ഉള്ളൂ. ഇഫ് എ ഡിസ്കൗണ്ട് ഓഫ് 20% ഈസ് അലൗഡ് ഓൺ ഇറ്റ്, എന്തായിരിക്കും അവിടുത്തെ ഗെയിൻ എന്ന് പറയുന്നത്? അതായത് ഞാൻ മാർക്കറ്റ് പ്രൈസിൽ 20% ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ 400 എന്ന് എടുക്കുന്നുണ്ട്, 400 300 എന്ന് എടുക്കുന്നുണ്ട്. 400ൽ 20% കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണ്. സോ 4/5 ആയിരിക്കും എന്ത്? വിൽക്കുന്ന വില, സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ എത്രയെന്ന് വരും? 320 എന്ന് വരും. ഇതായിരിക്കും എൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഇതാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ് 300. എത്ര രൂപയുടെ ലാഭം കിട്ടി? 20 രൂപയുടെ ലാഭം കിട്ടി. അപ്പോൾ 20 യൂണിറ്റിൻ്റെ ലാഭം കിട്ടി. എത്രയിൽ? കോസ്റ്റ് പ്രൈസ് 300 ആണ്. ഇൻറ്റു 100 എന്ന് പറയുമ്പം 20/3 എന്ന് വരും. 20/3 എന്ന് പറയുമ്പോൾ ഏതാ? 62/3% അല്ലേ. 3 18 2 20 20/3. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കണം എല്ലാവർക്കും. അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എല്ലാവരും വായിച്ച് നോക്കിക്കേ. 12 മെന്നും 18 ബോയ്സും കൂടെ ഒരു ദിവസം 7.5 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 60 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാൻ പറ്റും. ഇനി മാനിൻ്റെയും ബോയുടെയും എഫിഷ്യൻസി, ഒരു മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബോയ്ക്ക് തുല്യമാണ്. അവരുടെ എഫിഷ്യൻസി 2 ബോയ് ചേരുമ്പോഴാണ് ഒരു മാൻ ചെയ്യുന്ന പണി ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 20 മെന്നിൻ്റെ കൂടെ എത്ര ബോയ്സിനെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്താലാണ് ഇപ്പോൾ ചെയ്യുന്ന പണിയുടെ ഇരട്ടി പണി 50 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുക? ഒരു ദിവസം അവർ 9 മണിക്കൂർ ജോലിയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വലിയ എന്തോ ആയിട്ട് തോന്നും. പക്ഷേ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ടോട്ടൽ വർക്കിനെ നിങ്ങൾ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. നമുക്കറിയുന്നൊരു കാര്യം എന്താ? എഫിഷ്യൻസി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. മാനിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 2 ദിവസം 2 ബോയ്സ് ചെയ്യുന്നതിനോട് തുല്യമാണ്. അതായത് M/B എന്താ? 2:1 ആണ്. അവരുടെ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഈക്വൽ ആക്കാം. അതായത് ആദ്യത്തെ കണ്ടീഷൻ 12 മെന്നും 18 ബോയ്സും. 7.5 മണിക്കൂർ എന്ന് പറയുമ്പം 15/2 എന്ന് എനിക്ക് എഴുതാം അല്ലേ. 15/2 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജോലി തീർക്കാൻ വേണ്ട സമയം 60 ആണ്. 60 ഡേയ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പുറത്തെ സൈഡിലുള്ളത് ഈ എഫിഷ്യൻസി എഴുതിയത് മാറ്റുന്നുണ്ട്, മുകളിൽ എഴുതാം ഞാൻ.
ഓക്കെ, അപ്പം ഇതാണ് അവർ ചെയ്യുന്ന ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ വർക്കല്ല ഇതിൻ്റെ ഇരട്ടി വർക്കാണ് ചെയ്യാൻ പോകുന്നത് മറ്റേ കണ്ടീഷനിൽ. അപ്പോൾ ഡിവൈഡഡ് ബൈ 1, ഇവിടെ ഒരു യൂണിറ്റ് വർക്ക് നമ്മൾ താഴെ എഴുതുക, ഇവിടെ ഒരു യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. അടുത്തത് എന്തിനാണ് നമ്മൾ ഈക്വലാക്കുന്നത്? മെന്നിനും ബോയിനും ഞാനിപ്പോൾ നോക്കുന്നില്ല, എത്ര ജോലിയാണ് അവിടെ ചെയ്യേണ്ടതെന്ന് മാത്രം നോക്കുന്നുള്ളൂ. അതായത് എക്സ് ആൾക്കാരെന്ന് വിചാരിക്കുക. എക്സ് ആൾക്കാർ 50 ദിവസം, ഒരു ദിവസം 9 മണിക്കൂറും കൊണ്ട് ഈ ചെയ്യുന്ന ജോലിൻ്റെ ഇരട്ടി, അപ്പോൾ അടിയിൽ 2, ഇവിടെ ഒരു തവണയെ വർക്ക് ചെയ്യുന്നുള്ളൂ, ഇവിടെ 2 ഇരട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ വരുന്നതെന്ന് നോക്കാം. എക്സിൻ്റെ വാല്യൂ എന്താ വരുന്നതെന്ന് നോക്കാം. എന്താ വരുന്നത്? ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തോ, 0 0 പോയി, 3, ഇവിടെ 2 തവണ, ഇവിടെ 5 തവണ, 5 5 പോയി, ഈ രണ്ടും പോയി. അപ്പോൾ എക്സിൻ്റെ വില എന്തെന്ന് വന്നു കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 24 മെന്ന് പ്ലസ് 36 ബോയ്സ് എന്ന് കിട്ടും. അപ്പം 24 മെന്ന് അവിടെ ഉണ്ട്. ഓക്കെ, സംഭവിച്ചു. എനിക്ക് എത്രയാണ് വേണ്ടത്? 20 മെന്നിൻ്റെ കൂടെ എത്ര പേര് അസിസ്റ്റ് ചെയ്യണമെന്നാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 20 മെന്നെന്നാക്കുമ്പോൾ ഇവിടെ ഒരു 4 മെന്ന് എനിക്ക് വേണ്ട. 4 മെന്നിന് ഞാൻ ബോയ്സ് ആക്കി കൺവേർട്ട് ചെയ്യുക. ഒരു മെന്ന് 2 ബോയ്സിൻ്റെ ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ 4 മെന്ന് 8 ബോയ്സിൻ്റെ ജോലി ചെയ്യും. ശരിയല്ലേ? 4 മെന്നുണ്ട്. അതായത് എനിക്ക് ക്വസ്റ്റ്യനിൽ 20 മെന്നിൻ്റെ കൂടെ എത്ര ബോയ്സ് വേണമെന്നാ. എനിക്കിപ്പോൾ ഇവിടെ ചെയ്തു വന്നപ്പോൾ 24 മെന്നെന്നാണ് കിട്ടിയത്. അപ്പം 20 മെന്നാക്കുമ്പോൾ ഒരു 4 മെന്നിനെ ഞാൻ ആ ബോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? നോക്കിക്കേ, ഒരു മാന് 2 ബോയ്സിനോട് തുല്യമാണ്. അപ്പം 4 മാനോ 8 ബോയ്സിനോട് തുല്യമായിരിക്കും. അതായത് 36ൻ്റെ കൂടെ ഒരു 8ഉം കൂടി കൂട്ട്, അപ്പോൾ എത്രയായി? 44 ബോയ്സ്. ആൻസർ ആയില്ലേ? 20 മെന്നിൻ്റെ കൂടെ 44 ബോയ്സ് എനിക്ക് വേണം. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. കഴിഞ്ഞു, സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പൈപ്പിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ട് എക്സിന് 10 മണിക്കൂർ എടുത്തിട്ട് നിറയ്ക്കാൻ പറ്റും. ഫില്ലിംഗ് പൈപ്പാണ്. വൈക്ക് അതേ ജോലി ചെയ്യാൻ 15 മണിക്കൂർ വേണം. സെഡ് ഒരു ഔട്ട്ലെറ്റ് പൈപ്പാണ്, അതിന് empty ചെയ്യാൻ 20 മണിക്കൂർ വേണം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വർക്ക് ഡൺ ആണ്. ടോട്ടൽ വർക്ക് 60 എന്ന് വരും. -3 എഫിഷ്യൻസി 4, ഇവിടെ 6 എന്ന് കിട്ടിയ എഫിഷ്യൻസി. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത്? ടാപ്പെല്ലാം ഞാൻ ഓപ്പൺ ആക്കുന്നു, ഓൾട്ടർനേറ്റീവായിട്ട് ഓപ്പൺ ആക്കുന്നത്. അതായത് ആദ്യത്തെ 1 മണിക്കൂറിൽ ഞാൻ എക്സ്, സെക്കൻഡ് മണിക്കൂറിൽ വൈന് മാത്രം, തേർഡ് മണിക്കൂറിൽ സെഡിന് മാത്രം. ഒരുമിച്ച് ഒരിക്കലും ഇവർ ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് പോകുമ്പം എത്ര മണിക്കൂർ കൊണ്ട് ഫില്ലാവുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ 3 മണിക്കൂർ കൊണ്ട് 3 hours കൊണ്ട് എത്ര ജോലി കംപ്ലീറ്റ് ആവും? ആദ്യത്തെ 1 മണിക്കൂർ എക്സ് 6 യൂണിറ്റ് ചെയ്യും, വൈ 4 യൂണിറ്റ് ചെയ്യും, സെഡോ -3 ചെയ്യുന്നത്. അപ്പോൾ 6 4 10, 10 -3 7 യൂണിറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, 3 മണിക്കൂറിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് 60 വർക്ക് ചെയ്യണം. അപ്പോൾ 60ന് തൊട്ട് മുമ്പുള്ള 7ൻ്റെ മൾട്ടിപ്ലൈ ഏതാ? 56 ആണ്. 56 കിട്ടാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 × 8 24 മണിക്കൂർ കൊണ്ട് 56 ജോലി കംപ്ലീറ്റ് ആയി. ഇനിയോ അടുത്തത് 56 ജോലി കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സൈക്കിളിൽ ആരാ ജോലി ചെയ്യാൻ വരുന്നത്? എക്സ് ആണ് ജോലി ചെയ്യാൻ വരുന്നത്. എക്സ് 1 മണിക്കൂറിൽ 6 യൂണിറ്റ് ജോലി ചെയ്യും. എനിക്ക് 6 യൂണിറ്റ് വേണ്ട, 56ൻ്റെ കൂടെ 4 യൂണിറ്റും കൂടെ മതി അല്ലേ? അപ്പോൾ ആദ്യത്തെ 24 മണിക്കൂർ എല്ലാവരും കൂടെ ജോലി ചെയ്യണം. അടുത്തത് വരാൻ പോകുന്നത് എക്സ് ആണ്. എക്സ് ടോട്ടൽ 6 ജോലി ചെയ്യും. ടോട്ടലിൽ എക്സ് 6 ചെയ്യുന്നതിൽ 4 എനിക്ക് മതി അല്ലേ? 56 4 60 അതായത് 2/3. അതായത് 24 2/3 അല്ലേ? ഓപ്ഷൻ ബി 24 2/3. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കോമൺ ഇൻട്രസ്റ്റിലൊരു ക്വസ്റ്റ്യൻ ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. എത്രയോ ഒരു പൈസ പി എന്ന് പറയുന്ന ഒരു പൈസയിൽ 2 വർഷം കൊണ്ട് അയാൾക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതേ പൈസയ്ക്ക് അതേ റേറ്റ് പെർസെൻറ്റേജിൽ 2 വർഷം കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇരട്ടിയാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? 2 രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് നമ്മുടെ ഇക്വേഷനാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിനോട് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ ആയിരിക്കും നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ? അപ്പം പി എന്ന് പറയുന്ന ഒരു പൈസ, അതിന് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? പി × 1 + R/100 ഹോൾ റൈസ് ടു n. എത്ര വർഷത്തേക്ക്? 2 വർഷത്തിലേക്ക്. ഇതായിരിക്കും നമ്മുടെ എന്ത്? എമൗണ്ട്. ഈ എമൗണ്ടിൽ നിന്ന് നമ്മുടെ ആദ്യം ഇട്ട പ്രിൻസിപ്പൾ കുറച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പി എന്ന് പറയുന്ന പൈസയ്ക്ക് 6% പലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് കയറുന്ന പലിശ, ഇത് എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ, പലിശ എന്ന് പറയുന്നത്. അതേ പൈസയ്ക്ക് 2 വർഷത്തിലേക്ക് 6% പലിശയ്ക്ക് ഇടുമ്പോൾ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ 2 ഇരട്ടിയോട് തുല്യമാണ്. മനസ്സിലായോ? ഇത് ഈ 2 വർഷമാണ്, ഈ 2 ഇരട്ടി ട്വൈസ്. അതിനാണ് ആ 2 കൊടുത്തത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യാനുള്ളത് എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് പി എനിക്ക് കോമൺ ആക്കി എടുക്കാമല്ലോ. ഇവിടെ പിന്നെ കോമൺ ആക്കി എടുക്കുമ്പോൾ 1 + R/100 ഹോൾ സ്ക്വയർ -1 എന്ന് വരും അല്ലേ? ഈ ഒരു പി ഞാൻ കോമൺ ആക്കി എടുത്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു പി × 4 R/100.
ഈ പിയും ക്യാൻസലായിപ്പോയി. ഇനി എന്തൊക്കെ എനിക്ക് ക്യാൻസലാക്കാൻ പറ്റുന്നുള്ളത് നോക്കുക. 1+r/100 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഈ -1നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം 4 100 പോകുമ്പോൾ 25 ആവുമല്ലോ. ഇനി എന്ത് ചെയ്യുന്നു, ഈ -1 ഉണ്ട് ഇവിടെ, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ r/25 + 1 എന്നാവും. ശരിയല്ലേ? അതായത് r+25 / 25 എന്നാവും. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്താ ചെയ്യുക, ആറിന് വാല്യൂ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ആറിന് ഇവിടെ ഓപ്ഷൻ ഇന്ന് പിക്ക് ചെയ്തിട്ട് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആൻസർ ഇട്ടുക. അപ്പോൾ സപ്പോസ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 200 ഇട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 1+1 200/100 എത്രയാ? അത് 2 ആണല്ലേ, 2ന്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പുറത്തും ആറിന് 200 ഇട്ട് കൊടുക്കുക. 200ഉം 25ഉം കൂടി കൂട്ടുമ്പോൾ 225 / 25. ഈ രണ്ട് ആൻസറിന് തുല്യമാണോ നോക്കുക. 2 1 3ന്റെ സ്ക്വയർ 9 വിച്ച് ഇസ് ഈക്വൽ ടു 225/25 9 തന്നെയാണ്. അപ്പോൾ എൻ്റെ രണ്ട് സൈഡിലെയും LHSഉം RHSഉം ഈക്വലായി. അതിനർത്ഥം റേറ്റ് പെർസെൻറ്റേജ് 200 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ. ഇവിടെ ഈ സംഭവം നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ചെയ്യും. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ പക്ഷേ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ നമ്മളോട് സിമ്പിൾ ഇൻട്രസ്റ്റാണ് ചോദിച്ചിരിക്കണേ. ഇവിടെ പറയുന്നത് ഒരു പേഴ്സൻ്റെ കയ്യിൽ 1,20,000 രൂപ ഉണ്ടായിരുന്നു. അയാൾക്ക് 2 മക്കളുണ്ട്. ഒരു കുട്ടിയുടെ വയസ്സ് 14 മറ്റേ കുട്ടിയുടെ വയസ്സ് 12. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, 18 വയസ്സ് ഈ കുട്ടികൾക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അവർക്ക് ഈക്വൽ എമൗണ്ട് കിട്ടുന്ന രീതിയിൽ 5% സിമ്പിൾ ഇൻട്രസ്റ്റിൽ അയാൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടിക്ക് ഇപ്പോൾ എത്ര രൂപയാണ് കൊടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യത്തെ കുട്ടി A ആണ്, രണ്ടാമത്തെ കുട്ടി B ആണെന്ന് വിചാരിക്കുക. അതായത് 14 വയസ്സും 12 വയസ്സും. ഇത് A, ഇത് B. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും കൂടി കിട്ടിയ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1,20,000 ടോട്ടൽ കൊടുക്കാൻ പോണത്. നമുക്കറിയാം 18 വയസ്സ് പൂർത്തിയാവുമ്പോൾ രണ്ടുപേർക്കും ഈക്വൽ എമൗണ്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 14 വയസ്സുള്ള കുട്ടി, ഇത് 12 വയസ്സുള്ള കുട്ടി. 18 വയസ്സാവാൻ ഈ കുട്ടിക്ക് എത്ര വർഷമുണ്ട്? 6 ഇയേഴ്സ്. മറ്റേ കുട്ടിക്കോ 6 വർഷം. അതായത് ഇത്രയും വർഷം അവർക്ക് പലിശ കിട്ടും. ഒരാൾക്ക് 4 വർഷവും മറ്റേ ആൾക്ക് 6 വർഷവും പലിശ കിട്ടും. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് കിട്ടുന്ന പലിശ എന്തായിരിക്കും? അതായത് ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് ആണ് തുല്യം അല്ലേ? എമൗണ്ട് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ആദ്യത്തെ കുട്ടിക്ക് ഞാൻ ആദ്യം കൊടുത്തു വയ്ക്കുന്ന പ്രിൻസിപ്പൽ A രൂപയാണെന്ന് വിചാരിക്കുക. ആ A രൂപയ്ക്ക് 4 വർഷം പലിശ കയറും. 4 വർഷം ഏത് ശതമാനത്തിൽ? 5% പലിശ കയറും. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലസ് പലിശ എമൗണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു, അടുത്ത കുട്ടിക്ക് ഞാൻ കൊടുത്തു വയ്ക്കുന്ന പൈസ B. ഇനിയോ ആ Bക്ക് അതേ 5% എത്ര വർഷത്തിലേക്ക്? 6 വർഷം പലിശ കയറും. ഇത് ഈക്വൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. A/Bയുടെ നമ്മുടെ റേഷ്യോ കിട്ടും. എങ്ങനെ കിട്ടും നോക്കിക്കേ. ഇത് 100A 5 × 4 20A 120A എന്നായി. 120A/100 ഇസ് ഈക്വൽ ടു 100B 6 × 5 30B 130B/100 എന്നായി. ഓക്കെ, 100 പോയി, 0 പോയി. A/Bയുടെ റേഷ്യോ എത്രയാണെന്ന് വന്നു? 13/12 എന്ന് വന്നു. 13/12. A/B എന്താ? കോസ്റ്റ് പ്രൈസുകളുടെ റേഷ്യോ. കോസ്റ്റ് പ്രൈസ് അല്ല, സോറി, അവർക്ക് ആദ്യം കൊടുത്തു വെച്ചിരിക്കുന്ന പൈസയുടെ റേഷ്യോ ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായിരുന്നു? 1,20,000. അതായത് 13ഉം 12ഉം കൂടി കൂട്ടുമ്പോൾ ഉള്ള ടോട്ടൽ 25 യൂണിറ്റാണ് 1,20,000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഏതാ? ചെറിയ കുട്ടി B ആണല്ലേ. B കിട്ടുന്നത് 12 യൂണിറ്റാണ്. അത് കണ്ടുപിടിക്കാമല്ലോ. 1,20,000 ഡിവൈഡഡ് ബൈ 25 ഒരു യൂണിറ്റിൻ്റെ വില. ഇനിയോ 12 യൂണിറ്റിൻ്റെ വില കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി അല്ലേ? ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 48 × 12 എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6. ഓപ്ഷൻ B. ഓക്കെ, അടുത്ത ദിവസം നോക്കി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്, എ മാൻ ബോറോസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് മണി ഫ്രം എ ബാങ്ക് ആൻഡ് പ്രോമിസസ് ടു പേ ദ എമൗണ്ട് ഇൻ 2 equal annual installments at the rate of 12.5% per annum compounded annually. If the interest paid by him is 520 rupees, then the value of each installment. അതായത് ഒരാൾ എന്ത് ചെയ്തു? ഒരു ബാങ്കിൽ നിന്ന് കുറച്ച് രൂപ കടം മേടിച്ചു. അതിനെ 12.5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ തിരിച്ചടയ്ക്കാമെന്ന് തീരുമാനിച്ചു. 2 വർഷം ആനുവൽ, ഓരോ വർഷത്തിൻ്റെ അവസാനം കൊണ്ടുപോയിട്ട് അങ്ങനെ 2 വർഷമായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കും. അപ്പോൾ അങ്ങനെ അടച്ച ടോട്ടൽ ഇൻട്രസ്റ്റ് രൂപയാണ് 520. ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് 520. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റും എത്ര രൂപയായിരുന്നു? ഇപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. 12.5%ൻ്റെ ഫ്രാക്ഷൻ എന്താ? 1/8 ആണ്. അപ്പോൾ ഒന്നാമത്തെ വർഷത്തിൽ 8 രൂപയായിരുന്നു അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നതെങ്കിൽ അത് എമൗണ്ട് എത്രയായിട്ട് മാറും? 8 ഒരു യൂണിറ്റ് ഇൻട്രസ്റ്റ് കയറി 9 ആയിട്ട് മാറും. രണ്ടാമത്തെ വർഷത്തിൽ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം നമ്മൾ. രണ്ടാമത്തെ വർഷത്തിൽ സ്ക്വയർ എടുക്കുക. 8ൻ്റെ സ്ക്വയർ 64 കൊടുക്കാനുണ്ടായിരുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കയറിയിട്ട് 9ൻ്റെ സ്ക്വയർ 81 മാറിയിട്ടുണ്ടാവും. 81 നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് അയാൾ അടയ്ക്കുന്നുണ്ടാവുക.
ഓക്കെ, ഇനി മൂന്നാമത്തെ വർഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തെടുക്കുമായിരുന്നു, 8ൻ്റെ ക്യൂബ് ഞാൻ താഴെ എഴുതുമായിരുന്നു. അങ്ങനെ 8ൻ്റെ പവർ 4 അങ്ങനെ എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഇതാണ് ഞാൻ ബോറോ ചെയ്ത പൈസ, ഇതാണ് എൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ഞാൻ തിരിച്ചടയ്ക്കുന്ന ടോട്ടൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്, എമൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ എന്നോട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്, ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. ഇത് കാണുമ്പോൾ ഈക്വലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് 9 ആണോ 1 81 അല്ലേ? അപ്പോൾ ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം, ഈ മുകളിൽ കിടക്കുന്നതിന് ഞാൻ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴല്ലേ 9 × 9 81 ആവുള്ളൂ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, റേഷ്യോ ആണത്. അപ്പോൾ 9 × 8 72 എന്തായിട്ട് മാറും, 81 എന്നായി. മറ്റേതിൽ വ്യത്യാസമൊന്നുമില്ല, 64 81. ഇപ്പം ശരിയായി, ഇൻസ്റ്റാൾമെൻറ്റ് രണ്ടും തുല്യമായി. ഇതാണ് ഞാൻ ടോട്ടൽ ആദ്യം ബോറോ ചെയ്ത ടോട്ടൽ പൈസ. അതായത് 4 2 6 6 7 13 136 രൂപ ഞാൻ ബോറോ ചെയ്തു. ഞാൻ ടോട്ടൽ എത്ര എമൗണ്ട് അടച്ചു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, 162 രൂപ അടച്ചു. അപ്പോൾ ഇത് പ്രിൻസിപ്പിളാണ്, ഇത് എമൗണ്ട് ആണ്. ഞാൻ എത്രയാണ് അവിടെ അടച്ച പലിശ, ഇൻട്രസ്റ്റ്, ഇവരുടെ ഡിഫറൻസ് എടുത്ത് നോക്കിക്കുക. 162 മൈനസ് 136 എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് വരും, 26 യൂണിറ്റാണ് ഞാൻ അടച്ച ഇൻട്രസ്റ്റ്. ആ 26 യൂണിറ്റിൻ്റെ ശരിക്കുള്ള വിലയല്ലേ 520. ദേ ഇൻട്രസ്റ്റ് 520 എന്ന് അവർ തന്നിട്ടുണ്ട്. അതായത് ഒരു യൂണിറ്റിൻ്റെ വില എത്രയാണ്, 20 രൂപയാണ് ഞാൻ അവിടെ ഒരു യൂണിറ്റിൻ്റെ വില. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിക്കണേ, ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് ചോദിക്കണേ. ഇൻസ്റ്റാൾമെൻറ്റ് എത്ര യൂണിറ്റാണ്, 81 യൂണിറ്റ്. അപ്പോൾ 81 × 20 എത്രയായിരിക്കും, 1620. കണ്ടോ, ഇൻസ്റ്റാൾമെൻറ്റ് ടോട്ടൽ ഇൻസ്റ്റാൾമെൻ്റ് അല്ല, ഒരു മാസത്തെ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്, ഒരു മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കണം. അടുത്ത ദിവസം നോക്കിക്കേ, റിസ്വാൻ്റെ കയ്യിൽ ഹി ഹാസ് എ ബോക്സ് ഇൻ വിച്ച് ഹി കെപ്റ്റ് റെഡ് ആൻഡ് ബ്ലൂ മാർബിൾസ്. റെഡ് മാർബിളും ഉണ്ട്, ബ്ലൂ മാർബിളും ഉണ്ട്. റെഡ് മാർബിൾസ് ആൻഡ് ബ്ലൂ മാർബിൾസ് വർ ഇൻ ദി റേഷ്യോ 5:4. ഈ റേഷ്യോയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് 5 റെഡ് മാർബിൾ കാണാതെ പോയി. അപ്പോൾ റേഷ്യോ 10:9 മാറി. അതാണെങ്കിൽ ഇപ്പം അയാളുടെ കയ്യിൽ ടോട്ടൽ എത്ര മാർബിൾ ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കാണാണ്ട് പോയത് ആരാ, റെഡാണ്. ബ്ലൂവിന് വ്യത്യാസമൊന്നുമില്ല, പണ്ടും ഇപ്പോഴൊക്കെ ബ്ലൂ വന്നാ. പക്ഷേ ഇവിടെ റേഷ്യോ തുല്യമല്ല, ഈ 4 9 എന്നാ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിന് ഞാൻ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിന് ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ നമ്പർ അവിടെ, ആ നമ്പർ ഇവിടെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെന്ന് വരും, പുതിയ റേഷ്യോ 45:36. ഇതെന്തായിട്ട് മാറും, 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 40:36. ഇപ്പം ശരിയായി അല്ലേ, ബ്ലൂവിന് വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നോക്കിക്കാൻ 45 ഉണ്ടായിരുന്നു റെഡ്, ഇപ്പം 40 ആയി. അതായത് 5 യൂണിറ്റ് കാണാണ്ട് പോയി. എൻ്റെ യൂണിറ്റും കറക്റ്റുള്ള ആൻസറും ഒന്നാണ് അല്ലേ, 5 യൂണിറ്റ് കാണാണ്ട് പോയി, 5 റെഡ് മാർബിൾ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിയാണ്, ഞാൻ എടുത്തിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി മാർബിൾസ്, ഇപ്പം അയാളുടെ കയ്യിൽ ടോട്ടൽ എത്ര മാർബിൾ ഉണ്ട്, ദേ ഇത് അല്ലേ, 40 + 36 76 മാർബിൾ ഉണ്ട്. ഓപ്ഷൻ സി. അടുത്ത ദിവസം നോക്കിക്കേ, ആവറേജ് ഓഫ് 12 നമ്പേഴ്സ് 123.8 ആണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇഫ് ഈച്ച് ഓഫ് ദി ഫസ്റ്റ് 4 നമ്പേഴ്സ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 15 ആൻഡ് ദ റിമൈനിങ് നമ്പേഴ്സ് ഡു നോട്ട് ചേഞ്ച്, ദെൻ വാട്ട് വിൽ ബി ദി ആവറേജ് ഓഫ് ഓൾ ദി 12 നമ്പേഴ്സ്. 12 നമ്പേഴ്സ് ഉണ്ട്, അവരുടെ ആവറേജ് തന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 4 നമ്പറിന് മാത്രം ഞാൻ എന്ത് ചെയ്തു, 15 കൂട്ടി, ഓരോ നമ്പറിലും 15 അങ്ങനെ കൂട്ടി പോയി. ബാക്കിയുള്ള നമ്പേഴ്സിന് ഞാൻ ചേഞ്ച് ഒന്നും വരത്തില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ആവറേജ് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്കറിയാം ഓരോ നമ്പറിന്, ആദ്യത്തെ 4 നമ്പറിന് ഞാൻ 15 വെച്ച് കൂട്ടി. അപ്പോൾ ടോട്ടൽ അവിടെ എത്ര കൂടി, ഓരോന്നിനെയും 15 കൂട്ടി എന്ന് പറയുമ്പോൾ, അങ്ങനെ 4 നമ്പറിൽ കൂട്ടി എന്ന് പറയുമ്പോൾ 15 × 4 60 അവിടെ ടോട്ടൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ വന്ന ചേഞ്ച് ഞാൻ തുല്യമായിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. അതാണ് ആവറേജിൻ്റെ കൺസെപ്റ്റ് തന്നെ. ആ ചേഞ്ച് വന്ന 60 ഞാൻ 12 പേർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ആവറേജിൻ്റെ കൂടെ എത്ര കൂടും, 60/12 5 കൂടും. അതായത് എത്രയെന്ന് വരും, 5 3 8 128.8. അപ്പോൾ വന്ന ചേഞ്ച് എല്ലാവർക്കും വീതിച്ചു കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അടുത്ത ദിവസം നോക്കിക്കേ, 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ദി ആവറേജ് ഓഫ് 10 നമ്പേഴ്സ്, സുർബി മൾട്ടിപ്ലൈഡ് ഈച്ച് നമ്പർ വിത്ത് 5, ആഡഡ് 5 to each of the result and found the average. On the other hand, Murali added 5 to each of the number, multiplied each result with 5 and found the average. If Surabhi's answer is x and Murali's answer is y, then find x minus y. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആവറേജ് എ ആണെന്ന് അങ്ങോട്ട് വിചാരിക്കും. ആവറേജ് എ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ സുരഭി ചെയ്തതാണ് ഞാൻ എഴുതാൻ പോണത്. സുരഭി എന്താ ചെയ്തത്, സുരഭി എന്ത് ചെയ്തു, സുരഭി എല്ലാ നമ്പേഴ്സിനെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത്, ആവറേജ് ഇത്ര. ഇപ്പോൾ എ ആണെങ്കിൽ അതിലെ നമ്പേഴ്സിന് ഞാൻ എന്തെങ്കിലും അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ആവറേജിലും അതേ വ്യത്യാസം തന്നെ വരും. 5 വെച്ച് എല്ലാ നമ്പേഴ്സിനും ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ ആവറേജും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണല്ലേ. അപ്പോൾ സുരഭി എന്ത് ചെയ്തു, ഓരോ നമ്പറിനെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറയുമ്പം പുതിയ ആവറേജ് 5A ആയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്തു, അതിലേക്ക്
ആ റിസൾട്ടിലേക്ക് 5 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തു. ഇതാണ് സുരഭി ചെയ്തത്. ഇനി മുരളി എന്താ ചെയ്തത്? മുരളി എന്ത് ചെയ്തു? 5 ആഡ് ചെയ്തു. ഓരോ നമ്പറിലേക്കും 5 ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ആവറേജിൽ എന്ത് വ്യത്യാസം വന്നു? ആവറേജും 5 ആഡായി. എന്നിട്ട് കിട്ടിയ ആൻസറിനെ അയാൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 5a+25 ആയി മാറി. ഓക്കെ, അപ്പോൾ സുരഭിയുടെ ഇതാണ് എക്സ്, ഇതാണ് വൈ. എക്സ് മൈനസ് വൈ ആണ് ചോദിച്ചത്. അതായത് 5a+5നെ എന്തും കൊണ്ട് കുറയ്ക്കണം? 5a+25 കുറച്ചാൽ മതി. നിങ്ങൾക്ക് ആൻസറായി. 5a പോയി. 5 - 25 -20. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കയ്യിൽ ഒരു സ്ക്വയർ ഉണ്ട്. ദേ ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ മിഡ് പോയിന്റുകളാണ് PQRS. ഞാൻ വേറൊരു കളർ കൊണ്ട് വരച്ച് കാണിക്കാം. ഇത് ശരി. P, ഈ പോയിന്റ് മിഡ് പോയിന്റ് Q, ഇതൊക്കെ മിഡ് പോയിന്റ് ആണ്. R, ഈ പോയിന്റ് S. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് എനിക്ക് വേറൊരു ഉള്ളിൽ സ്ക്വയർ കിട്ടുമല്ലോ. സംശയമില്ലല്ലോ ആർക്കും അത്, അല്ലേ? മിഡ് പോയിന്റുകളാണ്. സോ ഞാൻ കമ്പൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ വേറൊരു സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനെന്താ ഞാൻ ചെയ്യുന്നത് നോക്കിക്കേ. ഇനി അവരെന്നോട് പറയുന്നത് 2 പേരുണ്ട്, കരണുണ്ട്, തരണുണ്ട്. 2 പേരും Pയിലാണ് നിൽക്കുന്നത്. ഒരാൾ എന്ത് ചെയ്തു? ABCDയിലൂടെ ഓടാൻ തുടങ്ങി. കരൺ എന്ത് ചെയ്തു? ABCDയിലൂടെ ഓടാൻ തുടങ്ങി. അതായത് ഇങ്ങനെ ഈ മഞ്ഞയിൽ കൂടെ ഓടും. മറ്റേയാളോ തരൺ എന്ത് ചെയ്തു? PQRSലൂടെ ഓടാൻ തുടങ്ങി. ഉള്ളിൽ കിടക്കുന്ന പച്ചയിലൂടെ ഓടും തരുണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് അല്ലേ? ആരുടെയൊക്കെയാണ്? കരൺ ഈസ് ടു തരണിൻ്റെ റേഷ്യോയാണ് 2:3. സ്പീഡിൻ്റെ റേഷ്യോയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ഓഫ് ദ ടൈമാണ് ചോദിക്കുന്നത്. ടൈം കിട്ടാൻ എനിക്ക് എന്തായാലും ഡിസ്റ്റൻസ് വേണ്ടി വരും. അപ്പോൾ ഡിസ്റ്റൻസ് ഞാൻ ആദ്യം കണ്ടുപിടിക്കണം. സ്ക്വയർ ആണ്. ഞാൻ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 2a ആയിട്ട് എടുക്കുന്നു. 2aയോ അല്ലെങ്കിൽ aയോ എന്തേലും ആട്ടെ, 2a. അപ്പം മിഡ് പോയിന്റ് ആകുമ്പം ഇതെന്തായിരിക്കും? a ആയിരിക്കും. ഇതും എന്തായിരിക്കും? a ആയിരിക്കും. ഇതും എന്തായിരിക്കും? a ആയിരിക്കും. ഇതും എന്തായിരിക്കും? a ആയിരിക്കും, അല്ലേ? ഇതൊക്കെ a എന്നായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാനാണ് ഞാൻ 2a എന്ന് ആദ്യമേ എടുത്തത്. അല്ലെങ്കിൽ a/2 എന്ന് എടുക്കണം. അപ്പോൾ പിന്നെയും ബുദ്ധിമുട്ടായില്ലേ? ഓക്കെ, അപ്പോൾ a. ഇത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? 45, 90 ട്രയാങ്കിൾ ആയിരിക്കും. ഡൗട്ടില്ലല്ലോ ആർക്കും. മിഡ് പോയിന്റ് ആണ്, ഈക്വൽ ആയിരിക്കും. ഈ 2 സൈഡും ഈക്വൽ ആണ്. ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എയും ഇത് എയും ആണെങ്കിൽ ഇത് അതിൻ്റെ ഹൈപ്പോട്ടനീസ് ആണ്. അതായത് ഇത് എന്തായിരിക്കും? a√2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കരൺ ടോട്ടൽ ഓടുന്ന ദൂരം എന്തായിരിക്കും? ABCDയുടെ പെരിമീറ്റർ ആയിരിക്കും. ABCDയിലൂടെ ഓടണേ. ABCDയുടെ പെരിമീറ്റർ എന്താ? 4 × ഒരു സൈഡിൻ്റെ നീളം. ഒരു സൈഡ് 2a ആണ്. അതായത് 8a ഓടും. തരൺ എത്ര ഓടും? തരൺ ഓടുന്നത് PQRSൻ്റെ പെരിമീറ്റർ ആയിരിക്കും. 4 × സൈഡ് എത്ര എനിക്കിപ്പോൾ കിട്ടിയത്? a√2. അതായത് 4a√2 ആയിരിക്കും ഇയാൾ ഓടുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടി, സ്പീഡിൻ്റെ റേഷ്യോ ഉണ്ട്. എനിക്ക് എന്ത് എഴുതാം? തീർച്ചയായിട്ടും എനിക്ക് ടൈം എഴുതാം. ടൈം എങ്ങനെ എഴുതും? കരൺ ഈസ് ടു തരൺ എങ്ങനെ എഴുതും? 8a ആണ് ആദ്യത്തെ ആൾ ഓടുന്നത്. എത്ര സ്പീഡിൽ? 2 യൂണിറ്റ് സ്പീഡിൽ. മറ്റേയാൾ 4a√2 കിലോമീറ്റർ ഏത് സ്പീഡിലോടും? 3 യൂണിറ്റ് സ്പീഡിലോടും. 8ഉം 4ഉം 2 വെച്ച് ക്യാൻസൽ. 2ഉം 2ഉം പോയി. എയും പോയി. 1:√2/3 എന്ന് വരും. ആ √2/3 എന്ന് വന്നു. 3ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 3:√2. ഓപ്ഷൻ ബി 3:√2. നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ? നോട്ട് ചെയ്ത് വെക്കണത്. അടുത്ത് നോക്കിക്കേ, 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എ ബോയ് സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഹൗസ് ബൈ ബൈസിക്കിൾ അറ്റ് 10 AM. രാവിലെ 10 മണിക്ക് ബൈസിക്കിളിൽ ഒരു കുട്ടി പോകാൻ തുടങ്ങി. 12 km/h ആണ് ആ കുട്ടിയുടെ സ്പീഡ്. 1 മണിക്കൂർ 15 മിനിറ്റ് കഴിഞ്ഞപ്പം അയാളുടെ ചേട്ടൻ എന്ത് ചെയ്തു? അയാളുടെ പുറകെ സ്കൂട്ടർ ഓടിച്ചിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ സ്കൂട്ടറിന് സ്പീഡ് കൂടുതലായിരിക്കും സൈക്കിളിനേക്കാളും. എന്നിട്ട് അവർ രണ്ടുപേരും മീറ്റ് ചെയ്തത് 1:30 മണിക്കാണ്. ഉച്ചയ്ക്ക് 1:30 മണിയായപ്പം. അങ്ങനെയാണെങ്കിൽ സ്കൂട്ടറിൻ്റെ സ്പീഡ് എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ 1.25 മണിക്കൂർ, 1.25 ആദ്യത്തെ 1 മണിക്കൂർ 15 മിനിറ്റിൽ ഇയാൾ മാത്രമേ ഓടുന്നുള്ളൂ. ബൈസിക്കിളിൽ 12 മണിക്കൂർ km/h എത്ര ഡിസ്റ്റൻസ് കവറാക്കും? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് 12 km/h ഇൻറ്റു സമയം എത്രയാ? 1 മണിക്കൂർ 15. 1 മണിക്കൂർ 15ൻ്റെ 1/15/60, അതായത് 1/4. 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 5/4. ഇത്രയും ദൂരം കവറാക്കി എന്ന് പറയുമ്പോൾ 15 km അവിടെ കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 15 km ഫ്രണ്ടിലാണ് മറ്റേ ആൾ നിൽക്കുന്നത്. ആ 15 km ഇനി മറ്റേ ആൾ സ്കൂട്ടർ ഓടിച്ചിട്ട് കവർ ചെയ്തിട്ട് അവർ രണ്ടും കൂടി പരസ്പരം മീറ്റ് ചെയ്യാൻ പോണേ.
അപ്പോൾ അടുത്ത ആളുടെ സ്പീഡ് എനിക്കറിയില്ല, പക്ഷേ ഇവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലല്ലേ യാത്ര ചെയ്യുന്നത്. ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, 15 കിലോമീറ്റർ കവർ ചെയ്തു, അപ്പോൾ മറ്റേ ആൾ ഈ സ്ഥലത്ത് നിന്ന് അതേ ഡയറക്ഷനിലാണ് പോകാൻ പോണത്. അപ്പോൾ ഇയാളുടെ സ്പീഡ് എ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ റിലേറ്റീവ് സ്പീഡ് എ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യണം അല്ലേ. A - 15 എന്ന് പറയുന്ന 12 A - 12 എന്ന് പറയുന്ന റിലേറ്റീവ് സ്പീഡിലായിരിക്കും അവർ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് അവർ A - 12 എന്ന് പറയുന്ന സ്പീഡിൽ കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണ്? സമയം ഇവിടെ തന്നിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണത് നോക്കിക്കേ. 10 മണി കഴിഞ്ഞ് 1 മണിക്കൂർ 15 മിനിറ്റ് എന്ന് പറയുമ്പം 11:15 മറ്റേയാൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യാൻ പോണേ. അയാൾ 1:30 ആകുമ്പോൾ മറ്റേയാളിനെ കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെടുത്ത സമയം എന്താ? സമയം 11:15, 12:15, 1:15. അപ്പോൾ 2 മണിക്കൂർ എടുത്തു. പിന്നെയോ ഒരു 15 മിനിറ്റും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ 15/60 എന്ന് പറയുമ്പോൾ 1/4, അതായത് 9/4 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്, അതിനെടുത്ത സമയമാണ് ഈ 9/4. അപ്പോൾ 3 വെച്ച് ക്യാൻസൽ ചെയ്തോ, 3 5 എന്ന് വരും അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ 20 = 3A + 6 എന്ന് വരും. സോറി, ഇത് 12 ആണ്. സോറി 3A + 6 അല്ല, എന്തെന്ന് വരും? 3 കൊണ്ട് മൾട്ടിപ്ലൈ 3A - 36 എന്ന് വരും. അപ്പോൾ 3Aയുടെ വാല്യൂ എനിക്ക് എത്രയാണെന്ന് കിട്ടും? 36 + 20 56 എന്ന് വരും. Aയുടെ വാല്യൂ 56/3, അതായത് 18/2/3. 18/2/3നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 54 2 56/3 തന്നെയല്ലേ വരണേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ ഒരു റേസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. A can beat B by 20 meter in a 100-meter race. If A decreases his speed by 20% and B increases his speed by 20%, then in 100-meter race എന്ത് സംഭവിക്കും? 4 ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? നമുക്കറിയാം, റേസ് എന്ന് പറയുമ്പോൾ, ഓട്ട മത്സരം എന്ന് പറയുമ്പം എപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന സമയം തുല്യമായിരിക്കും. ടൈമർ ഓണാക്കും, ഒരു ടൈമർ ഓഫാക്കും. ആ സമയത്തിനുള്ളിൽ ആര് ജയിച്ചു അതാണ് നമ്മൾ നോക്കുകയുള്ളൂ. സമയം തുല്യമാണ് എല്ലാവർക്കും. അപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് സ്പീഡും എന്താ? ഒരേ റേഷ്യോയിലായിരിക്കും. ഡിസ്റ്റൻസ് = സ്പീഡ് ഇൻറ്റു ടൈം കോൺസ്റ്റൻ്റ് ആയാൽ ഒരേ റേഷ്യോയിൽ. അപ്പോൾ എനിക്ക് ഇവരുടെ എന്ത് തന്നിട്ടുണ്ട്? സ്പീഡിൻ്റെ റേഷ്യോ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. എങ്ങനെ എടുക്കാൻ പറ്റും നോക്കിക്കേ. ഒരു 100 മീറ്റർ റേസിൽ ഞാൻ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് എഴുതാൻ പോണേ. A can beat B by 20 meter. അതായത് A 100 മീറ്റർ ഓടുമ്പോൾ A Bനെ 20 മീറ്ററിന് തോപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? A കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ B 20 മീറ്റർ പുറകിലാണ്, 80 മീറ്റർ. ക്യാൻസൽ ചെയ്യുമ്പം 5:4 ആയിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. അത് തന്നെയായിരിക്കും സ്പീഡിൻ്റെയും റേഷ്യോ. ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ എനിക്ക് കിട്ടി. വേണമെങ്കിൽ ചെയ്യാൻ എളുപ്പത്തിന് 500 400 എന്ന് എടുത്തോ, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ വേണ്ട, ക്യാൻസൽ ചെയ്യേണ്ട, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ട. 180 തന്നെ ഇട്ടോ, ഒരു പ്രശ്നമില്ല. 180 തന്നെ ഇട്ടോ, അതിനായിരിക്കുമല്ലോ റേഷ്യോ എന്ന് പറയുന്നത്, സ്പീഡിൻ്റെ റേഷ്യോ. ഓക്കെ, 180 തന്നെ ഇട്ടു. ഇനി എന്ത് ചെയ്തു? A അതിൻ്റെ സ്പീഡ്, ഇപ്പോൾ Aയുടെ സ്പീഡ് 100 ആണ്. A അതിൻ്റെ സ്പീഡ് എന്താക്കി? 100ൽ നിന്ന് 20 കുറച്ചു എന്ന് പറയുമ്പം എത്രയായി? 80 ആയി Aയുടെ സ്പീഡ്. B എന്ത് ചെയ്തു? 80ൽ നിന്ന് 20 കൂട്ടി എന്ന് പറയുമ്പോൾ എന്താ? 80 × 6/5 എത്ര? അത് 96 ആക്കി. അപ്പോൾ ഇതാണ് അവരുടെ പുതിയ സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 100 മീറ്റർ സ്പീഡ് റേസിൽ എന്ത് സംഭവിക്കും? Aയുടെ 80 ആണ്, Bയുടെ 96 ആണ് സ്പീഡ് തന്നെയായിരിക്കും ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ അല്ലേ. അതായത് ഇതിൽ ആർക്കാ സ്പീഡ് കൂടുതൽ? Bക്കാണ് സ്പീഡ് കൂടുതൽ, 96 ആണ്. അപ്പോൾ ഇയാളായിരിക്കും ആദ്യം കവർ ചെയ്യുന്നുണ്ടാവുക, മറ്റേ ആൾ പുറകിലായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണല്ലോ ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ. അതായത് B 96 എന്ന് പറയുന്നത് എന്തായിരിക്കും? B കവർ ചെയ്ത് കാണും, അതായത് 100 മീറ്റർ കവർ ചെയ്ത് കാണും. 96 യൂണിറ്റ് എന്ന് പറയുന്നത് 100 മീറ്ററിനോട് തുല്യമാണെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ എത്രേൻ്റെ ഗ്യാപ്പുള്ളേ? 16ൻ്റെ ഗ്യാപ്പുള്ളേ. 16 അത്രയും യൂണിറ്റ് A പുറകിലായിരിക്കും. എനിക്കതാണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര മീറ്റർ പുറകിലാണ്. കണ്ട, ഓപ്ഷനിലെല്ലാം മീറ്ററാണ്. അപ്പോൾ ഓക്കെ, 96 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B കംപ്ലീറ്റ് ആക്കി 100 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 16 യൂണിറ്റ് എത്രയായിരിക്കും? 100 ÷ 96 × 16 ചെയ്യുമ്പോൾ എത്രയെന്ന് വരും? ജസ്റ്റ് ഡിവൈഡ് കളയുമ്പം എത്രയെന്ന് വരും? 16/2/3 എന്ന് വരും. 16.666 എന്ന് വരും. അതായത് 16/2/3. ആര് പുറകിലായിരിക്കും? അത്രയും മീറ്റർ A പുറകിലായിരിക്കും. Aയുടെ സ്പീഡ് കുറവാ അല്ലേ, A പുറകിലായിരിക്കും. അതായത് B Aനെ തോപ്പിക്കും 16/2/3 മീറ്ററിന്. B beat A by 16/2/3. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഒന്നുകൂടി വേണേൽ ജസ്റ്റ് ഒന്ന് പറയാം.
ഇവിടെ ഞാൻ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുത്തു, അത് തന്നെയാണ് സ്പീഡിൻ്റെയും റേഷ്യോ. നെക്സ്റ്റ് അവൾ വന്ന് അവർ വ്യത്യാസം കൂട്ടി കുറച്ചെന്ന് പറഞ്ഞു, അതിൻ്റെ റേഷ്യോ എടുത്തു, അത് തന്നെയായിരിക്കും സ്പീഡിൻ്റെയും റേഷ്യോ. അപ്പോൾ ഇത് 80:96 സ്പീഡിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോയാണ്. അപ്പോൾ ഇതിൽ സ്പീഡ് കൂടുതൽ ബിക്കാണ്. ബി അപ്പോൾ ആദ്യം 100 മീറ്റർ കവർ ചെയ്യും. കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ. അപ്പോൾ 96 യൂണിറ്റ് 100 മീറ്ററിനോട് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ 80 എത്തിയുള്ളൂ, അതായത് 16 പുറകിലാണ്. അപ്പോൾ എ എത്ര പുറകിലാന്ന് ഞാൻ കണ്ടുപിടിച്ചു. 96 യൂണിറ്റ് 100 മീറ്റർ ആണെങ്കിൽ 16 യൂണിറ്റ് 16/2/3 മീറ്റർ ആണ്. അത്രയും മീറ്റർ എ പുറകിലാണ്. അതായത് ബി എനെ തോപ്പിച്ചത് അത്രയും മീറ്ററിനാണെന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റോപ്പേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ട്രെയിനിൻ്റെ ശരിക്കുള്ള സ്പീഡ് 50 km/h. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ അത് നിർത്തും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി പോകുമ്പോൾ 40 km/h ആണ് അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് സമയമാണ്, എത്ര ടൈം, എത്ര മിനിറ്റാണ് അത് നിർത്തുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. 50 km/h. 40 km/h എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മണിക്കൂറിൽ 40 കിലോമീറ്ററേ സഞ്ചരിക്കുന്നുള്ളൂ. നിർത്താണ്ട് പോകുമ്പോൾ 50 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും ഒരു മണിക്കൂറിൽ. നിർത്തി പോകുമ്പോൾ 40 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്നുള്ളൂ. അതായത് 10 കിലോമീറ്റർ കുറവാണ് സഞ്ചരിക്കുന്നത്. 10 കിലോമീറ്റർ നിർത്തി സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ 10 കിലോമീറ്റർ കുറവാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം നിർത്തി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് അല്ല, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ സ്പീഡ്. ഏത് സ്പീഡ് എടുക്കും? പഴയതോ പുതിയതോ? എപ്പോഴും പഴയ സ്പീഡ് എടുക്കണം, അതായത് ഒറിജിനൽ സ്പീഡ് എടുക്കണം. പഴയ സ്പീഡ് എത്രയാണ്? 50 km/h. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പീഡ്. ഇത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര മിനിറ്റ് ആണെന്നാ. മിനിറ്റ് കണ്ടുപിടിക്കാൻ ഇതിപ്പോൾ മണിക്കൂറിലാണ് കിട്ടാൻ പോണേ, അല്ല കിലോമീറ്ററും km/h എടുക്കണേ. ഇൻറ്റു ഒരു 60 ചെയ്യും. അപ്പം 10/50 ഇൻറ്റു 60, 60/5 12 മിനിറ്റ്. 12 മിനിറ്റ് ആയിരിക്കും നിർത്തുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഇങ്ങനെ ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രേ ഉള്ളൂ. പഴയ സ്പീഡ് പുതിയ സ്പീഡ് എന്ന് തരും, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക നിങ്ങൾ. അടിഭാഗത്ത് എന്ത് എഴുതണം? എപ്പോഴും അടിഭാഗത്ത് എപ്പോഴും പഴയ സ്പീഡ്, ഒറിജിനൽ സ്പീഡ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടും. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ക്ലാസ് കണ്ടതിന്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത 15 ക്വസ്റ്റ്യൻസ് ഞാൻ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ചാനലിൽ ഞാൻ ഇവിടെ തന്നെ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.